കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തന ശൈലിയിൽ ആത്മപരിശോധന നടത്തി പരിവർത്തനം നടത്തേണ്ടതുണ്ടെന്ന് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ. ഗ്രൂപ്പ് അതിപ്രസരണ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പോയവരെ തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തണമെന്നും സുധീരൻ പറഞ്ഞു. ആലപ്പുഴയിൽ കോൺഗ്രസ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി പ്രവർത്തകർ ജനങ്ങളുടെ മുന്നിൽ അപമാനിതരാകരുത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതുകൂടെ ഞാൻ വെറുതെ താത്വികവാദിയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന തത്വങ്ങളുടെ പിന്നിൽ ഒരു പ്രായോഗികമായ വശവും കൂടി ഉണ്ട്. അല്ലാതെ ഫ്ലക്സ് പാടില്ല, അങ്ങനെ ഒരു വിനയം കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാരണം ഇത് ജനങ്ങളുടെ മുന്നിൽ ഒരു മടുപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷം എല്ലാവരുടെയും സമ്മതപ്രകാരം സീറ്റ് വിഭജനം പൂർത്തിയാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച കേരളത്തിലെ പിസിസിയുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അവരുടെ നിഗമനങ്ങളും വിലയിരുത്തലുകളും എല്ലാം കൂടി ചേർന്ന് ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരും. അതിനകത്ത് എല്ലാ ഘടകങ്ങളുമുണ്ട്. വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം, യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം, ഇതൊക്കെ ശരിയാണ് എന്ന് വരികിലും ആത്യന്തികമായി വിജയസാധ്യതയും ജനസ്വീകാര്യതയും തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ അവലംബമായിട്ടുള്ളത്, ആശ്രയിക്കുന്നത് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോണിയാഗാന്ധി ആഹ്വാനം ചെയ്തതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരൊറ്റ ഗ്രൂപ്പ്, കോൺഗ്രസ് ഗ്രൂപ്പ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് എന്ന രീതിയിൽ മുന്നോട്ടു പോകും. ആ ഗ്രൂപ്പ്, അവർ പറഞ്ഞ വാചകം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്നല്ല, കോൺഗ്രസ് ഒരൊറ്റ ഗ്രൂപ്പ് എന്ന രീതിയിലുള്ള അവരുടെ ആഹ്വാനം ഹർഷാരവത്തോടുകൂടിയാണ്, ആവേശത്തോടു കൂടിയിട്ടാണ് അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് പ്രവർത്തകർ നെഞ്ചിലേറ്റി സ്വീകരിച്ചത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം കോൺഗ്രസ് എംപിമാരെ പാർലമെന്റിൽ എത്തിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് ചുമതലയുണ്ടെന്ന് പറഞ്ഞ സുധീരൻ, ഗ്രൂപ്പുകൾക്ക് അതീതമായി ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ 77ലെ വിജയം ആലപ്പുഴയിൽ ആവർത്തിക്കപ്പെടുമെന്നും അഭിപ്രായപ്പെട്ടു. കശാപ്പുകാരന്റെ മനോഭാവമാണ് TP വധിച്ചപ്പോൾ CPM കണ്ടതെന്ന് പറഞ്ഞ സുധീരൻ, തെറ്റുതിരുത്തുന്നതിനു പകരം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് CPM പോകുന്നതെന്നും കുറ്റപ്പെടുത്തി. ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിനെതിരെ നീങ്ങിയ താൻ താത്വികവാദിയല്ലെന്നും തന്റെ തത്വങ്ങളുടെ പിന്നിൽ പ്രായോഗികവശമുണ്ടെന്നും സുധീരൻ ഓർമ്മപ്പെടുത്തി. ഇലക്ഷനിലെ സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ജനസ്വീകാര്യതയാണ് മുഖ്യ ഘടകമെന്നും KPCC പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞുവച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ DCC പ്രസിഡന്റ് A ഷുഗർ അധ്യക്ഷത വഹിച്ചു. VD സതീശൻ, കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ, മന്ത്രി K ബാബു, PC വിഷ്ണുനാഥ് MLA തുടങ്ങിയ ജനപ്രതിനിധികളെ കൂടാതെ M ലിജു, ഷാനിമോൾ ഉസ്മാൻ, M മുരളി തുടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു.